ⴑ പേര് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഒരു പോക്കറ്റ് മണി പോലെ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇത് പെയ്ഡ് ഒന്നുമല്ല, ഞാനിപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇൻ്റർഫേസ് ഇഷ്ടപ്പെട്ടു, എൻ്റെ വർക്കിംഗ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്യണം, ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടാണ്. ഞാനിപ്പോൾ മെയിൽ ഐ ഡി വെച്ചാണ്, എൻ്റെ മെയിൽ ഐ ഡി വെച്ചാണ് ഞാൻ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് റിഡീം ഓപ്ഷൻ, ട്രാൻസാക്ഷൻ, നമ്മുടെ റെഫറൽ ഓപ്ഷനൊക്കെ ഉണ്ട്. ആ റെഫറൽ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു റെഫറലിന് 200ഓളം കോയിൻസാണ് നമുക്ക് കിട്ടുന്നത്. 200ഓളം കോയിൻസ് എന്ന് പറയുമ്പോൾ 2 രൂപയ്ക്ക് ഈക്വൽ ആണ്. ഒരു 100 കോയിൻ എന്ന് പറയുമ്പോൾ 1 രൂപയ്ക്കാണ് ഈക്വലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ക്യാഷ് ഏൺ ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങളുടെ എൻ്റെ കയ്യിൽ കാണാൻ കഴിയും 627 കോയിൻസ് കയ്യിൽ ഓൾറെഡി ഉണ്ട്. വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിഎത്തിലേക്ക് ഞാൻ 5 രൂപ ഓൾറെഡി വിത്ഡ്രോയും ചെയ്തിട്ടുണ്ട് 500 കോയിൻസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ടാസ്ക് ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡെയിലി റിവാർഡ് ഉണ്ട്. ഡെയിലി റിവാർഡ് എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഡെയിലി റിവാർഡ് ഞാനിപ്പോൾ ഓൾറെഡി ക്ലെയിം ചെയ്ത് കാരണം ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ക്ലെയിംഡ് എന്ന് പറഞ്ഞു നമുക്ക് കോയിൻസ് ആഡ് ടു വാലറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് 100 കോയിൻസ് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഒരു ദിവസം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ 1 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. 100 കോയിൻസിൻ്റെ ഈക്വൽ ഏതാ 1 രൂപയല്ലേ. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് ഓഫേഴ്സ്. ഇത് ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ തന്നെ ടാസ്ക് ഓഫേഴ്സാണ്. ഈ ഒരു ആപ്പിൻ്റെ തന്നെ ടാസ്ക് ഓഫേഴ്സാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. താഴെ വേറെ ടാസ്ക് ഓഫേഴ്സും ഉണ്ട്. ബസ് ഓഫേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ബസ് എന്ന് പറഞ്ഞ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സാണിത്. ഈ ഒരു കമ്പനിയുടെ ഓഫേഴ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് നമ്മുടെ ഒരു ആപ്പിലേക്ക് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ഈ ഒരു ഇതുവഴിയും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്സോsɪᴄ ഓഫറാണ്. ബ്സോsɪᴄ ഓഫർ എന്ന് പറയുമ്പോൾ സർവേസിൻ്റെ ഓഫറാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നമ്മുടെ സർവേസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സർവേ അല്ലെന്ന് പറയുമ്പോൾ അത്യാവശ്യം അധികം പോയിൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. 40ഉം 20ഉം പോയിൻറ്റ്സ് ഒക്കെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സർവേസ് ക്ലോസ് ചെയ്ത് കളയാണ്. അത് എൻ്റെ ആഡ്സെൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നമ്മൾ ഓഫർ നോക്കുന്നത്. അതും ഇതേപോലെ തന്നെ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ, ഓരോരോ ക്വിസ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെയാണ് അങ്ങനെ ചെറിയൊരു ഓഫേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ വേറെ 2 കമ്പനീസിൻ്റെ ഇവിടെ ഉണ്ട്. ആഡ്ഗം ഓഫർ എന്നും പറഞ്ഞുകൊണ്ട് 2 ഓഫേഴ്സ് കൂടി ഉണ്ട്. അതും ഓരോ കമ്പനീസാണ്, ആഡ്ഗേറ്റും ആഡ്ഗവും. അത് രണ്ടും. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്നും കളിച്ച് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ തന്നെ ടാസ്ക് ഓഫർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ആപ്പ് ഓഫർ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്സ് ഉണ്ടോ എന്ന് നോക്കണം ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പ് എന്ന് പറയുമ്പോൾ ഈ റഷ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. റഷും വേറെ ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യാത്ത. റഷ് ചെറുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്സ് ആവണം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടത്തില്ല, പോയിൻറ്റ്സ് കിട്ടത്തില്ല. ഈ ഫാൻ ടു പ്ലേ എന്ന് പറഞ്ഞ ഇത് ഞാൻ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാർട്ട് ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ 𝕬𝕐𝑔 574 എന്ന് പറഞ്ഞൊരു സൈറ്റിൽ കൂടെ നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ APK ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വേറെ ഒന്നും ക്ലോസ് ചെയ്യാതെ തന്നെ ഈ ഒരു APK ഫയൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മുടെ APK ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. APK ഫയൽ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫാൻ ടു പ്ലേ ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ടാസ്കിന് ആവശ്യമുള്ള ആപ്പാണ്. നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 𝕭 ആപ്പൊക്കെയാണ്. ഞാൻ ഈ ഒരു ആപ്പ് അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഒരു ആപ്പ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കയറ്റി കളിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൈനപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സൈനപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു തന്നിട്ട്, അപ്പോൾ ഞാൻ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഐറ്റംസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഞാൻ ബ്ലർഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജോയിൻ ഫാൻ ടു പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെയിൽ ഐ ഡി വെച്ച് നമ്മൾ ഏത് മെയിൽ ഐ ഡി വെച്ചാണോ ആ ഒരു 𝑚Cash ആപ്ലിക്കേഷനിൽ നമ്മൾ ലോഗിൻ ചെയ്ത് ആ മെയിൽ ഐ ഡി വെച്ച് തന്നെ നമ്മൾ ഇതിനകത്തും രജിസ്റ്റർ ചെയ്യണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. റെഫറലിൻ്റെ ഇത് റെഫറൽ അല്ല, നമ്മൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ OTP വന്നിട്ടുണ്ടായിരുന്നു. OTP നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ടു അപ്ഡേറ്റ് യുവർ KYC ഓർ നോട്ട് സെലക്ട് അപ്ഡേറ്റ് യുവർ KYC എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ആപ്ലിക്കേഷനൊക്കെ ആകുമ്പോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ KYC എന്തായാലും അത്യാവശ്യമാണ്.
അപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ മുമ്പ് ഹർഭജൻ സിംഗിൻ്റെ ആപ്ലിക്കേഷനാണെന്ന് തോന്നുന്നു, പുള്ളിയുടെ പിക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനകത്ത് നോക്കുമ്പോൾ വാമപ്പ് T20 വേൾഡ് കപ്പ് ഇങ്ങനെ കുറേ ഇതിൻ്റെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ സാധാരണ ഇതിനകത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ MPL പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതും മറ്റേ ഫാൻറ്റസി ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ പോലെ തന്നെ സെയിം സാധനം തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളിപ്പോൾ ഇതിനകത്ത് കറൻ്റ് രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ ആപ്പിലേക്ക് ബാക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോഴാണ് ക്യാഷ് കയറിയിട്ടുണ്ടാവത്തുള്ളൂ. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ട വരും. ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചില ടൈമിൽ ബഗ് അടിച്ച് നമ്മുടെ ക്യാഷ് കയറാത്ത സംഭവങ്ങളും വരാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഇമെയിൽ ID മാറിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിലോ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ട്രാക്കിംഗ് ഈ ഒരു സൈറ്റ് നമ്മൾ അറിയാതെ വല്ല ക്ലോസ് ചെയ്യുകയോ വല്ലതും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് ഈ 𝕬𝕐𝕐𝑘 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആപ്പാണ് ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ. ഈ നമ്മൾ അറിയാതെ വല്ലത് ക്ലോസ് എങ്ങാനും ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്യില്ല, നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാഷ് കയറുമെന്നൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കാം. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞ് പിന്നെയാണ് നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ കഴിയും 827 കോയിനായിട്ട് കയറിയിട്ടുണ്ട്. ഞാനപ്പോൾ കുറേ നേരം ഞാനിപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് ഞാൻ ഫുള്ള് വീഡിയോ ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് കാണിച്ചത് നിങ്ങളുടെ കയ്യിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിൽ ഞാൻ മെയിൽ വെരിഫൈ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെയിൽ വരെ വെരിഫൈ ഒക്കെ ചെയ്തായിരുന്നു. ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ മെയിൽ വരെ വെരിഫൈ ചെയ്തായിരുന്നു. എന്നിട്ടൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാനും ഇത് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ. അതിനുള്ളിലാണ് എനിക്ക് 5 രൂപ ഇപ്പോൾ അടുത്തൊരു 5 രൂപ റിഡീം ചെയ്യാൻ ഞാൻ ഇവിടെ മുന്നിൽ വെച്ച് തന്നെ റിഡീം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ റിഡീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ നിങ്ങൾക്ക് ഏത് ടാസ്ക് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു 5 രൂപയൊക്കെ വെച്ച് നമുക്ക് റിഡീം ചെയ്യാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 രൂപ 100 രൂപ 50 രൂപയൊക്കെ ആയിട്ട് റിഡീം ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ 5 രൂപ വെച്ച് റിഡീം ചെയ്യുന്നുണ്ട്. സാധാരണ ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇത് 500 കോയിൻസിന് 5 രൂപ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ആപ്ലിക്കേഷൻസിൽ 1000 കോയിന് 5 രൂപ, 2000 കോയിന് 10 രൂപ, അങ്ങനെ പിന്നെ 5000 കോയിൻസിന് 50 രൂപ, അങ്ങനത്തെ ഓപ്ഷനാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത കുറച്ച് ആപ്ലിക്കേഷനിലൊക്കെ കണ്ടത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ 500 കോയിന് കറക്റ്റ് 5 രൂപ തന്നെ തരുന്നുണ്ട്. നമ്മുടെ പേടിഎത്തിലേക്ക് വരുമ്പോൾ 4 രൂപ 75 പൈസയാവും ടാക്സ് പിടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പേടിഎം നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 5 രൂപയ്ക്ക് റിഡീം ചെയ്തപ്പോൾ നമ്മുടെ റിഡീം സക്സസ്ഫുൾ പേടിഎം ക്യാഷ് ബാക്ക് വിൽ ട്രാൻസ്ഫേഴ്സ് ടോട്ടലി പ്ലീസ് ചെക്ക് യുവർ പേടിഎം അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ 5 രൂപയായിട്ട് നമ്മുടെ പേടിഎത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 10 രൂപയ്ക്ക് പേടിഎം നമ്മൾ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും 10 രൂപയ്ക്ക് പേടിഎം വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 5 രൂപയുടെ അപ്പോൾ നമുക്ക് 5 രൂപയുടെ 2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ട വരുമായിരിക്കും. നമ്മുടെ 2 പ്രാവശ്യം ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. യു ക്യാൻ റിഡീം only once a time in a day. ഓക്കെ, അത് എന്തായാലും പൊളിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം റിഡീം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ റിഡീം ചെയ്യുമ്പോൾ ഒരു വലിയൊരു പോയിന്റ് തന്നെ റിഡീം ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ 5 റിഡീം ചെയ്ത കാരണം എനിക്ക് ഇനിയിപ്പോൾ ഈ ദിവസം റിഡീം ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ റിഡീമിലേക്ക് വരുമ്പോൾ പേടിഎമ്മിൻ്റെ 2 പ്രാവശ്യം പേടിഎം ക്ലെയിം ആയിട്ടുണ്ട്. അതാണ് വെറുതെ അല്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു 5 കോയിൻസ് അല്ല 10ൻ്റെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ 10ൻ്റെ നമുക്ക് റിഡീം ചെയ്യാൻ കഴിയുന്നുണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇൻസഫിഷ്യൻ ബാലൻസ് എന്നൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ 2 പ്രാവശ്യം 5 രൂപയുടെ റിഡീം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പേടിഎത്തിൻ്റെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമ്മൾ നമ്മുടെ പേടിഎം ആപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പേടിഎം ആപ്പിൽ നമുക്ക് ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പേടിഎം ബാലൻസിൻ്റെ ഇവിടെ വന്നിട്ട് ഹിസ്റ്ററി നമ്മൾ നോക്കി കഴിയുമ്പോൾ പേടിഎം ബാലൻസിൽ ഹിസ്റ്ററി നോക്കി കഴിയുമ്പോൾ ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം MC ബ്ലിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് 4 രൂപ 75 പൈസ നമ്മുടെ കയ്യിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് 25 പൈസ ടാക്സ് പോയിട്ടുണ്ട്.
ബാക്കി ₹4.75 നമ്മുടെ അക്കൗണ്ടിൽ ഇവിടെ പേ ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഫുൾ എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മീൻസ് ആ ഒരു വീഡിയോയുടെ ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ₹5 വെച്ച് 2 പ്രാവശ്യം റിഡീം ചെയ്ത്, ₹10 വെച്ച് 2 പ്രാവശ്യം റിഡീം ചെയ്ത്, എൻ്റെ കയ്യിൽ ഇനി വീണ്ടും ₹10 വെച്ച് റിഡീം ചെയ്യാനായിട്ട് ₹15 റിഡീം ചെയ്യാനുള്ള പോയിൻറ്റ്സും കയ്യിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റും റിഡീമും എല്ലാം ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ചെയ്യാനും കഴിയുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് ഒരു ക്ലിപ്പ് അവസാനത്തെ പേയ്മെൻറ്റ് പ്രൂഫും എനിക്ക് കിട്ടിയേക്കുന്നതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഞാൻ ആദ്യം ഇത് ചെയ്തത് വേറൊരു നമ്പറിലേക്കാണ്. അതിനുശേഷം ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം നമ്പറിലേക്ക് തന്നെയാണ്. വേറൊരു നമ്പറിലേക്ക് ₹9 ഞാൻ വേറൊരെണ്ണം റിഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വിചാരിച്ചാണ്. വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.